നമസ്കാരം. നായ്ക്കളെ അവയുടെ വിശ്വസ്തതയാലും സംരക്ഷിക്കാനുള്ള കഴിവിനാലും പണ്ട് മുതലേ നമ്മെ സഹായിക്കുന്ന ജീവിയായി കണക്കാക്കുന്നു. സനാതനധർമ്മത്തിൽ മഹാദേവന്റെ ഒരു അംശാവതാരമായ കാലഭൈരവ ദേവനുമായി നായയ്ക്ക് ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു അഥവാ നായ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. മഹാദേവന്റെ ഒരു പ്രചണ്ഡ രൂപമാണ് കാലഭൈരവൻ. വിനാശകാരിയായ അല്ലെങ്കിൽ വിനാശത്തെ നിയന്ത്രിക്കുന്ന ശിവരൂപമാണ് കാലഭൈരവൻ എന്നാണ് വിശ്വാസം. സംഹാര രുദ്രനായിട്ടാണ് കാലഭൈരവനെ പൊതുവെ ചിത്രീകരിക്കാറുള്ളത്. ശരീരത്തിൽ സർപ്പങ്ങളും കപാലമാലയും ആഭരണമായി ഭഗവാൻ അണിഞ്ഞിരിക്കുന്നതുമാണ്. കാലത്തിന്റെ അഥവാ സമയത്തിന്റെ ഈശ്വരനായും കാലഭൈരവനെ സങ്കല്പിക്കാറുണ്ട്. കാവൽ ദൈവമായ കാലഭൈരവനെ ആരാധിച്ചാൽ കാലദോഷങ്ങൾ, കഠിനമായ ദുരിതങ്ങളും അകന്ന് ദീർഘായുസ് ലഭിക്കും എന്നാണ് വിശ്വാസം. കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ കൂടാതെ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവനായ ക്ഷേത്രപാലനും കാലഭൈരവ സങ്കല്പമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭഗവാന്റെ വാഹനമാണ് കറുത്ത നായ. ഭഗവാന്റെ സന്തത സഹചാരികളാണ് നായ. അതിനാൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് നായ കൂടുതൽ അടുപ്പം കാണിക്കുകയാണ് എങ്കിൽ അത് വെറുതെയല്ല, അവരുടെ ജീവിതത്തിൽ അസാധാരണമായി എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഇവ എന്തെല്ലാമാണ് എന്ന് അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പെട്ടെന്ന് പ്രതികരിക്കുന്നവർ ഒരു കാര്യത്തെക്കുറിച്ച് അഥവാ ഒരു കാര്യം പൂർണ്ണമായും പഠിക്കാതെയോ അല്ലെങ്കിൽ പൂർണ്ണ വിവരം അറിയാതെയോ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുക, സംസാരിക്കുക, എന്തെങ്കിലും ചെയ്യുന്നത്, ഇത്തരത്തിൽ ചെയ്യുന്നത് ഇവർക്ക് സംഭവിക്കുന്നതായ കാര്യമാണ്. സ്നേഹിച്ചാൽ അതിൽ കണ്ണുണ്ടാവില്ല എന്നതാണ് വാസ്തവം. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവരാണ് ഇവർ. എന്ത് ചെയ്യാനും മുൻപന്തിയിൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഇവർ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് മറ്റുള്ളവർ പലപ്പോഴും തിരിച്ചറിയണം എന്നില്ല. ഇവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ തന്നെ വിഷമിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. അതിനാൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് ഇവർക്ക് വിനയായി തീരും. നായ നിങ്ങളുടെ അടുത്ത് ഇണങ്ങുമ്പോൾ അല്ലെങ്കിൽ വിട്ടുമാറാതെ അടുപ്പം കാണിക്കുന്നു എങ്കിൽ എന്ത് തീരുമാനം എടുക്കുന്നതിന് മുൻപും കാര്യമായി ഒരു വിശകലനം അനിവാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടേണ്ടതായി വരും എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ഈ തീരുമാനത്താൽ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാം. നിങ്ങൾക്ക് ഇന്നേ വരെ അറിഞ്ഞ ലോകമല്ല, അതായത് നിങ്ങൾ ഇന്നേ വരെ അറിഞ്ഞ ലോകമല്ല പിന്നീട് കാണുക എന്നാണ് അർത്ഥമാക്കുവാൻ സാധിക്കുക. ജീവിതം വളരെയധികം ഞൊടിയിടയിൽ മാറുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനാൽ പ്രത്യേകം ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ക്ഷമിക്കുന്നവർ മുൻപ് പരാമർശിച്ച പോലെ തന്നെ ഇവർ പെട്ടെന്നാണ് തീരുമാനങ്ങൾ എടുക്കുക. അതേപോലെ ഇവർ പെട്ടെന്ന് തന്നോട് തെറ്റ് ചെയ്യുന്നവർക്ക് ക്ഷമ നൽകുകയും ചെയ്യുന്നവരാണ്. ഇത് ഇവർക്ക് തന്നെ വിനയായി മാറുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവർ ഇവരെ മുതലെടുക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ആദ്യം ഇവർ പൊട്ടിത്തെറിയും എങ്കിലും പിന്നീട് വളരെ പെട്ടെന്ന് അവയെല്ലാം മാറി അവരോട് ക്ഷമിക്കുന്ന പ്രകൃതക്കാരാണ്. ഇത് ജീവിതത്തിൽ വലിയ ചതികൾ അല്ലെങ്കിൽ ശത്രുക്കളെ സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണമായി തീരാം. അവർ നിങ്ങളോട് തെറ്റ് ചെയ്താൽ ക്ഷമിക്കണ്ട എന്നല്ല പറയുന്നത്, മറിച്ച് അതൊരിക്കലും മറക്കരുത് എന്നതാണ്. കാരണം കണ്ണടച്ച് പിന്നീട് ഒരിക്കലും അവരെ വിശ്വസിക്കാതിരിക്കുക. നായ നിങ്ങളുമായി പ്രത്യേക അടുപ്പം കാണിക്കുന്നു എങ്കിൽ നിങ്ങളെ ചുറ്റുമുള്ളവരെ അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവർ നിങ്ങളെ ചതിക്കുവാനുള്ള സാധ്യതകൾ ജീവിതത്തിൽ ഒപ്പമുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന സന്ദേശം തന്നെയാകുന്നു. പുറമേ ചിരിച്ച് നിങ്ങളോട് സ്നേഹം നടിക്കുകയും നിങ്ങളെ വിശ്വാസം നേടിയെടുക്കുകയും അവ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ഏതോ ഒരു വ്യക്തി കൂടെ കൂടിയിരിക്കുന്നു അഥവാ നിങ്ങൾക്കൊപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ്
ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അതിനാൽ പ്രത്യേകം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ അനിവാര്യം തന്നെയാകുന്നു. ഇപ്പോൾ സഞ്ചരിക്കുന്ന ആ വഴി, നാം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ ജീവിതത്തിൽ ഇനിയൊരു തിരിച്ചുപോക്ക് ഇല്ലാത്തതായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് അഥവാ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുമ്പോൾ അവയിൽ നാം തിരഞ്ഞെടുത്തിരിക്കുന്നതായ വഴി എപ്പോഴും ശരിയാകണം എന്നില്ല. നാം ഇപ്പോൾ ചെയ്യുന്നതായ കാര്യങ്ങൾ ഒന്നുകൂടി പുനർചിന്തനം ആവശ്യമാണ് എന്ന് പ്രപഞ്ച ശക്തികൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വഴി തന്നെയാണ് നായ നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. മറ്റൊരു രീതിയിൽ പരാമർശിക്കുകയാണ് എങ്കിൽ, നാം തിരഞ്ഞെടുത്ത വഴി ശരിയായിരിക്കാം, എന്നാൽ അവയിൽ നാം പ്രവർത്തിക്കുന്ന രീതി തെറ്റായിരിക്കാം എന്ന സൂചനയാകാം. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തണം, അല്ലെങ്കിൽ മുൻകരുതൽ നിങ്ങൾ എടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ആധ്യാത്മികമായി ജീവിതത്തിൽ രണ്ട് പുറങ്ങളുണ്ട്. ഒന്ന് ലൗകികവും മറ്റൊന്ന് ആധ്യാത്മികവുമാണ്. ലൗകിക ജീവിതം നയിക്കുമ്പോൾ തന്നെ പല ആധ്യാത്മിക അറിവുകളും നാം ജീവിതത്തിൽ ആർജിക്കുന്നതുമാണ്. അവ നാം ചിലപ്പോൾ തിരിച്ചറിയണം എന്നില്ല, ഇതാണ് വാസ്തവം. എന്നാൽ ആത്മീകമായ വഴി ജീവിതത്തിൽ തുറന്നിരിക്കുന്നു. ജീവിതത്തിൽ പല വഴിത്തിരിവുകൾ അല്ലെങ്കിൽ പല പ്രധാനപ്പെട്ടതായ അറിവുകൾ വന്നു ചേരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന സൂചനയാണ് നായ നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. അതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്, ജീവിതത്തിൽ നിങ്ങൾ ഇന്നേ വരെ പരീക്ഷിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവില്ലാത്തതായ ഏടുകൾ തുറക്കപ്പെടുന്നു എന്ന വലിയ സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നു. അതിനാൽ ഇതും ഒരു ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. ശത്രുക്കൾ. ജീവിതത്തിൽ ശത്രുക്കൾ ഇല്ലാത്തവരായി ആരും ഉണ്ടാകുന്നതല്ല. ഒളിഞ്ഞും തെളിഞ്ഞും ശത്രുക്കൾ ചുറ്റിലുമുണ്ട്. ജീവിതത്തിൽ പല തടസ്സങ്ങളും ശത്രുക്കളാൽ ആകുന്നു. എന്നാൽ ഒരു പരിചിതമല്ലാത്ത നായ അല്ലെങ്കിൽ ഇന്നേ വരെ നിങ്ങളോട് ഒരു ഇണക്കവും കാണിക്കാത്തതായ നായ നിങ്ങളോട് ഇണക്കം കാണിച്ച് തുടങ്ങുകയാണ് എങ്കിൽ ഉറപ്പിക്കാം, ഇനി ആ ശത്രുവിന് ഉറക്കമില്ലാത്ത രാത്രികളാണ് എന്ന്. നിങ്ങളിലെ ദൈവിക ശക്തി നിങ്ങൾ അറിയാതെ പ്രവർത്തിക്കുന്നു. അത് ഇഷ്ടദേവതയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ദേവതയാകാം. നിങ്ങളോട് അവർ ചെയ്ത എല്ലാ ദുഷ്പ്രവർത്തികൾക്കും പകരം തിരിച്ചടി അവർക്ക് ലഭിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്നർത്ഥമാക്കാം. ഒളിഞ്ഞിരിക്കുന്ന ശത്രു ഉടനെ നിങ്ങളുടെ കൺമുൻപിൽ വരും എന്നും അവരുടെ തകർച്ച നിങ്ങൾ കാണും എന്നും അത് നിങ്ങളുടെ മനസ്സിന്റെ നന്മയാലാകുന്നു. ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ചില മുന്നറിയിപ്പുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുവാൻ ഭഗവാൻ തന്നെ മുൻകൂട്ടി നൽകുന്ന ചില സൂചനകളായി തന്നെ പരാമർശിക്കാം. അതിനാൽ തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശിവമന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും വിശേഷപ്പെട്ടതായ ഫലം നിങ്ങൾക്ക് നൽകും.